ഏതുതരം പിച്ചളപാത്രങ്ങൾ അല്ലെങ്കിൽ പൂജാപാത്രങ്ങൾ, വിളക്കുകൾ എല്ലാം എളുപ്പത്തിൽ കഴുകിയെടുക്കാൻ, വെട്ടിത്തിളങ്ങിയുന്ന വർണ്ണം കിട്ടാനായിട്ട് ഇതാ 2 സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു മാർഗ്ഗമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതായത് ഈ 2 സാധനങ്ങളും നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ വളരെ സുലഭമായിട്ടുള്ളതാണ്. ഒരെണ്ണം പുളി, ഒരു ഇൻഗ്രീഡിയൻറ്റ്. രണ്ടാമത് ഡിഷ് വാഷ് ലിക്വിഡ്, അതേതായാലും വിരോധമില്ല. പിന്നെ ഒരു സ്ക്രബ്ബറും വേണം. അതായത് സ്ക്രബ്ബർ മെറ്റലും സ്പോഞ്ചും വെച്ച്, എൻ്റെ ഇത് ഗാലഡയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ക്രബ്ബറും ഉണ്ടെങ്കിൽ നമ്മുടെ പാത്രങ്ങൾ വളരെ എളുപ്പത്തിൽ വെട്ടിത്തിളങ്ങി നമുക്ക് കഴുകിയെടുക്കാൻ സാധിക്കുന്നതാണ്. സ്ക്രബ്ബറിൽ പുളി വയ്ക്കുക, അതിനുശേഷം ലിക്വിഡ് ഒഴിക്കുക. ലിക്വിഡ് പുളി ലിക്വിഡിൽ സോക്കാകണം. പാത്രം നന്നായിട്ടൊന്ന് തേക്കുക. അതിൻ്റെ ബാക്കൊക്കെ കണ്ടോ, കറുപ്പ് കളറിലുണ്ട്. അതൊക്കെ ഇപ്പോൾ മാറി വെട്ടിത്തിളങ്ങണത് കാണാൻ നമുക്ക് സാധിക്കും. അതായത് ഇത് വായുസമ്പർക്കം ഉണ്ടായാൽ ഈ വക പാത്രങ്ങളൊക്കെ അതിൻ്റെ കളർ ചേഞ്ചും അതിലൊക്കെ മാർക്കും വരും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനാണ് ഈ സ്ക്രബ്ബറിൽ മെറ്റലുള്ള സ്ക്രബ്ബർ വേണമെന്ന് പറയുന്നതാണ്. വെറും മെറ്റലും പാടില്ല, സ്പോഞ്ചിൻ്റെ മാത്രമാവും പാടില്ല. രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഇതങ്ങനത്തെ സ്ക്രബ്ബർ വേണം ഉപയോഗിക്കാൻ. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നല്ലവണ്ണം നമുക്ക് നിലവിളക്കും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഇതേ സാധനം വെച്ച് നമുക്ക് നിലവിളക്കും നമുക്ക് തേച്ച് കഴുകി മിനുക്കി എടുക്കാവുന്നതാണ്. ഇതിൽ കുറച്ച് മാർക്ക് ഈ വായു സമ്പർക്കം വരുമ്പോൾ വരുന്നതാണ്. അത് പോകാനായിട്ട് ഞാൻ കുറച്ച് നന്നായിട്ട് തേക്കുന്നുണ്ട്. തേച്ച പാത്രം നമുക്ക് കഴുകാം. കഴുകി കഴിഞ്ഞാൽ നല്ല വെട്ടി തിളങ്ങണം. തിളക്കം കണ്ടോ, നന്നായി തിളങ്ങണ ഒരു പാത്രമാണ് നമ്മുടെ കയ്യിലുണ്ടാവുക. നമുക്ക് നിലവിളക്കിലും ഇതേ സാധനങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഇനി ഇത് ഒരു ഉണങ്ങിയ തുണി, ഡ്രൈ തുണി എടുത്തിട്ട് ഇത് നമ്മൾ തുടച്ച് വെക്കണം, അല്ലെങ്കിൽ ഇതിലൊക്കെ മാർക്ക് വരും. അപ്പോൾ കഴുകിയതിന് ശേഷം തുടച്ച് വൃത്തിയാക്കി വയ്ക്കാവുന്നതാണ്. വെറും 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം കൊണ്ട് ചെയ്തതാണ്